സ്വരമുയർത്തി പറയാം ഹല്ലേലൂയ. അടുത്ത് നിൽക്കുന്നവർക്ക് കൈ കൊടുത്തുകൊണ്ട് പറയാമോ, ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല. ഹല്ലേലൂയ. പറയുമ്പോൾ ഒരു ഉണർവോടുകൂടി അതൊരു അഭിഷേകം പോലെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറണം. ഒന്നും കൂടെ പറഞ്ഞ്, ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല. മറ്റൊരു വചനമാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം ദർശിക്കും. ഒന്ന് കരങ്ങൾ കൊടുത്ത് പറയാമോ, വിശ്വസിച്ചാൽ. ഇത് പറയുമ്പോൾ തന്നെ ഇന്ന് ഈ വ്യക്തികൾ വന്നിരിക്കുന്നത് എന്തൊക്കെ ആഗ്രഹങ്ങൾ കൊണ്ടാണോ, എന്തൊക്കെ ദുഃഖങ്ങൾ കൊണ്ടാണോ, എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണോ, ആ മേഖലകളിലെല്ലാം കർത്താവ് ഇടപെടണം. ഒരിക്കൽ കൂടി ഈശോയുടെ നാമത്തിൽ പറഞ്ഞ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം ദർശിക്കും. അല്പം കൂടി സ്വരമുയർത്തി പറഞ്ഞ്, നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. പാട്ടുപാടി സന്തോഷത്തോടെ ശരീരമൊക്കെ നനത്തി ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച്, നമ്മുടെ ദാമ്പത്യങ്ങളെ സമർപ്പിച്ച് ദൈവം നൽകുന്ന കൃപകൾക്ക് നന്ദി പറഞ്ഞ്, എന്റെ ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല, എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട്. സ്വരമേർത്ത് പാടിയേ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ കരങ്ങൾ ഉയർത്തി അടിച്ച് ശക്തിയോടെ നമ്മെ ദൈവത്തിന്റെ വീടുകൾ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ ശക്തിയോടെ പാടിക്കേ. അമ്മേ എടുക്കട്ടെ. കരങ്ങൾ താഴ്ത്തി ഇരുവശങ്ങളിലുള്ളവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച്, ആ പല്ലൊക്കെ ഒന്ന് കാണിച്ച് ചിരിച്ച് സന്തോഷത്തോടെ ദൈവത്തിന്റെ സ്വാതന്ത്ര്യത്തോടെ യേശു അനുഗ്രഹിക്കുന്ന ദിവസം, സ്വർഗം ഇറങ്ങി വരുന്ന ദിവസം, സൗഖ്യങ്ങൾ സംഭവിക്കുന്ന നിമിഷം, കുടുംബങ്ങളിൽ കൃപയൊഴുകുന്ന നിമിഷം, ദാമ്പത്യങ്ങൾ പുതുക്കപ്പെടുന്ന നിമിഷം, കുഞ്ഞുങ്ങൾ രൂപാന്തരപ്പെടുന്ന നിമിഷം വിശ്വസിച്ച് പാടുന്നു. സ്വരമേർത്ത് പാടിക്കേ. സ്വർഗം തുറക്കണമേ അപ്പാ, വിശ്വസിച്ച ദൈവത്തിന്റെ കരങ്ങളടിച്ച് ജീവിതങ്ങളെ സമർപ്പിച്ച്, ദുഃഖങ്ങളെ സമർപ്പിച്ച്, വേദനകളെ സമർപ്പിച്ച്, വർഷങ്ങളായി നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിത മേഖലയിൽ കൊടുക്കുന്ന എല്ലാ മേഖലയിലും സമർപ്പിച്ച് പ്രവർത്തിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് ചേർന്ന് യേശുവിനെ വിളിച്ച് പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഒരു 10 പേർക്ക് കേൾക്കാവുന്ന സ്വരത്തിൽ യേശുവിനെ വിളിക്കുന്നു. ദുഃഖഭാരങ്ങൾ സമർപ്പിച്ച്, കുടുംബജീവിതത്തിലെ തകർച്ചകൾ സമർപ്പിച്ച്, പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള ഓരോ ദുഃഖങ്ങൾ സമർപ്പിച്ച്, യേശുവേ യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗം തുറക്കണമേ അപ്പാ,
കൃപകൾ ഒരുക്കണമേ അപ്പാ, കണ്ണുനീർ തുടക്കണമേ ഈശോ. ജീവന്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, സൗഖ്യത്തിന്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, അത്ഭുതത്തിന്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, കെട്ടുകൾ ഒഴിക്കുന്ന നാമത്തിനെ വിളിക്കുന്നു, വിശ്വാസത്തോടെ വിളിക്കുന്നു. യേശുവേ, ജീസസ്. അഭിഷേകത്തിന്റെ കൃപകൾ, സൗഖ്യത്തിന്റെ കൃപകൾ, വിടുതലിന്റെ കൃപകൾ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു, ആരാധന, 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 ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഇന്ന് ധ്യാനിക്കുന്ന വചനഭാഗം റോമാലേഖനം 4-ാം അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങൾ. 100 വയസ്സായ തന്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നെന്നും സാറായുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവന്റെ വിശ്വാസം ദുർബലമായില്ല. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല. മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രാഹത്തിന്റെ വാർദ്ധക്യം പോലെ, സാറായുടെ ചുക്കിച്ചൊളിഞ്ഞ ശരീരം പോലെ 25 വർഷങ്ങൾ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ച അബ്രാഹത്തെ പോലെ നാളുകളായി, വർഷങ്ങളായി എന്റെ കുടുംബത്തിൽ എന്തേ കർത്താവ് സന്ദർശിക്കാത്തത്, എന്റെ കണ്ണുനീര് മാത്രം എന്തേ കർത്താവ് കാണാത്തതോ എന്ന് ചിന്തിക്കുന്ന അനേകർ ഇന്ന് ഈ കൂട്ടായ്മയിലുണ്ട്. എല്ലാം തീർന്നുവെന്ന് കരുതുന്നവർ, സാഹചര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടവർ, സ്വകാര്യ ദുഃഖങ്ങൾ, ആവലാതികൾ, മനസമാധാനം നഷ്ടപ്പെട്ട ജീവിതങ്ങളിലേക്ക് സ്വർഗത്തിന്റെ നാഥൻ ഉത്തരം നൽകുവാൻ തെരഞ്ഞെടുത്ത മണിക്കൂർ, തെരഞ്ഞെടുത്ത ദിവസമാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിൽ, നിന്റെ ദാമ്പത്യത്തിൽ, നിന്റെ കുഞ്ഞുങ്ങളിൽ, നിന്റെ രോഗങ്ങളിൽ, നിന്റെ വേദനകളിൽ, ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങളിൽ സ്വർഗം ഇറങ്ങി വരുന്ന നിമിഷങ്ങൾ 2 കരങ്ങളും ഒരിക്കൽ കൂടി ഉയർത്തി ഒന്ന് വിളിക്കാമോ യേശുവിനെ? ഹല്ലേലൂയ, യേശുവേ. സ്തുതിപ്പുകളെ ഇറക്കേ, സ്തുതിപ്പുകളെ ഇറക്കേ. വേദനകൾ സ്തുതിപ്പുകളായി മാറട്ടെ, ദുഃഖങ്ങൾ സ്തുതിപ്പുകളായി മാറട്ടെ, വിശ്വാസത്തിന്റെ സ്തുതിപ്പുകളെ ഇറക്കേ. യേശുവേ, ഈശോയേ, ഈശോയേ, അങ്ങയുടെ ജലത്തെ സ്പർശിക്കണമേ, വേദനകൾ ഒറ്റടിക്കണമേ, അന്ധകാരത്തിന്റെ മുഖങ്ങൾ പൊട്ടിക്കണമേ, തഴക്ക ദോഷങ്ങളുടെ കെട്ടുകൾ അഴിക്കണമേ, സ്വർഗത്തിന്റെ തീരക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം 16-ാം അധ്യായം 11-12 തിരുവചനങ്ങൾ. പീഡിതരായ എന്റെ ജനം ആനന്ദത്താൽ ആർപ്പ് വിളിച്ചു. പീഡിപ്പിക്കപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ, പൗലോസും സീലാസും തടവറയിൽ കിടന്ന് ആരാധിച്ചതുപോലെ നിന്റെ തടവറകളിൽ കിടന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ആരാധിക്കുവാൻ ഈശോ നമ്മളെ ക്ഷണിക്കുകയാണ്. വചനം പറയുന്ന ബലഹീനർ അട്ടഹസിച്ചു. എത്രയോ ബലഹീനതകൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. കുടുംബ ജീവിതത്തിന്റെ പരാജയങ്ങൾ, തഴക്ക ദോഷങ്ങൾ, പാപദുശീലങ്ങൾ, നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന മക്കൾ, സാമ്പത്തിക ബാധ്യതകൾ, എത്രയോ ബലഹീനതകളിലൂടെ, എത്രയോ ദുഃഖങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. എന്നിട്ട് വചനം ചേർത്ത് വെക്കുകയാണ്, ശബ്ദഘോഷത്താൽ അവർ വൈരിയെ തിരിച്ചോടിച്ചു. പീഡിതരായ എന്റെ ജനം ആർത്തു വിളിച്ചു, ബലഹീനർ അട്ടഹസിച്ചു. ശബ്ദഘോഷത്താൽ അവർ വൈരിയെ തിരിച്ചോടിച്ചു. വെളിപാടിന്റെ പുസ്തകത്തിൽ ഹല്ലേലൂയ ഗീതികളാൽ സ്വർഗത്തെ മഹത്വപ്പെടുത്തുന്ന ജനം. സേവർക്കാൻ മഠാൽ എന്ന് പറയുന്ന സാധാരണ വൈദികനെ ലക്ഷക്കണക്കിന് വ്യക്തികളുടെ
പ്രിയപ്പെട്ട വട്ടാലച്ചനാക്കി രൂപാന്തരപ്പെടുത്തിയത്. അച്ഛന്റെ ചെവികളിൽ പരിശുദ്ധാത്മാവ് ഒരു മാജിക് വേർഡ് പറഞ്ഞു കൊടുത്തു. അച്ഛൻ സാക്ഷ്യം പറയുന്ന പ്രകാരമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകളടച്ച് ബലഹീനതകൾ, ദുഃഖങ്ങൾ, വേദനകൾ, ഭാരങ്ങളെല്ലാം യേശുവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ശബ്ദഘോഷത്താൽ വൈരിയെ തുരത്തോടിക്കുന്ന നിമിഷങ്ങളാണിത്. നിന്റെ ശരീരത്തിൽ നിന്ന്, നിന്റെ മനസ്സിൽ നിന്ന്, നിന്റെ കുടുംബത്തിൽ നിന്ന്, നിന്റെ പങ്കാളിയിൽ നിന്ന് ശത്രു വിട്ടുപോകുന്ന നിമിഷങ്ങൾ. രണ്ട് കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Glory, 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 glory. Hallelujah, hallelujah, hallelujah. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. വിശ്വാസനേത്രം തുറന്നൊന്നു നോക്കൂ, വിശ്വാസമോടെ വിളിക്കൂ. യേശുവേ വിശ്വം നയിക്കും ലോകനാഥൻ, വിശ്വസ്തനായി നിന്റെ കൂടെ വരും. നമുക്കിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ വിശുദ്ധ ബലിയുടെ മധ്യേ പ്രാർത്ഥനയെ കുറിച്ച് കേട്ടു. പ്രിയപ്പെട്ട മമ്മിയിലൂടെ ദൈവം ചെയ്ത കാര്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് ചേർത്തെടുക്കുകയാണ്. അബ്രാഹത്തിന്റെ ജീവിതങ്ങളിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ അബ്രാഹത്തിന്റെ വിശ്വാസത്തിന്റെ ചില മേഖലകൾ നമ്മൾ പ്രത്യേകമായിട്ട് കാണുകയാണ്. ഒന്ന്, പ്രതീക്ഷാ നിർഭരമായ വിശ്വാസം. വചനം പറയുന്നത് പ്രകാരമാണ്, താൻ അനേക ജനതകളുടെ പിതാവാകും എന്ന കാര്യത്തിന് പ്രതീക്ഷ ഇല്ലാതിരുന്നപ്പോഴും അവൻ പ്രതീക്ഷയോടെ വിശ്വസിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രതീക്ഷയില്ലാത്തപ്പോഴും പ്രതീക്ഷയോടെ വിശ്വസിക്കുന്നതാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോർജ് കോവൂർ എന്ന് പറയുന്ന ഒരു മകന്റെ ജീവിത സാക്ഷ്യം നമുക്കറിയാം. ജനിച്ചു വീണപ്പോൾ ചെറിയ ഉടല്, ആ ഉടലിന്റെ 4 ഇരട്ടി വലിപ്പമുള്ള തല. വൈദ്യശാസ്ത്രം പറഞ്ഞു 2 മാസം കൊണ്ട് ഈ മകൻ മരിച്ചു പോകും. പ്രിയപ്പെട്ടവരെ, യേശുവിൽ വിശ്വാസമുണ്ടായിരുന്ന മാതാപിതാക്കൾ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ച്, കർത്താവിന്റെ അത്ഭുത ശക്തിയിൽ വിശ്വസിച്ച് ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. സ്വർഗം ആ കുഞ്ഞിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നു. 10-14 വയസ്സുള്ളപ്പോഴാണ് അവൻ 1-ാം ക്ലാസ്സിൽ പ്രവേശിക്കുക. അവന്റെ തലയുടെ വലിപ്പം ചെറുതായി വന്നു. പിന്നീടുള്ളത് മുഴുവൻ ചരിത്രമാണ്. ആ കുഞ്ഞ് നന്നായി പഠിക്കുവാൻ തുടങ്ങി. ഓരോ മേഖലകളിലും റാങ്ക് വാങ്ങിക്കുവാൻ തുടങ്ങി. ഇന്ന് ലോകമറിയപ്പെടുന്ന ന്യൂറോ സർജനായി ദൈവരാജ്യത്തെ പ്രഘോഷിച്ചുകൊണ്ട് ഡോക്ടർ ജോർജ് കോവൂറായി ഈ കുഞ്ഞ് രൂപാന്തരപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സെക്കൻഡ് സാറ്റർഡേ കൺവെൻഷനിലേക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടാണ് നീ കടന്നു വന്നത് എങ്കിൽ പ്രതീക്ഷിക്കുവാൻ ദൈവം നിന്നെ ക്ഷണിക്കുകയാണ്. പ്രതീക്ഷയില്ലാത്തപ്പോഴും എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതുമ്പോഴും പ്രതീക്ഷയോടെ ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു കൃപയിലേക്ക് കർത്താവ് നമ്മൾ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. ഒന്ന് കരങ്ങൾ ഉയർത്തി. നമ്മൾ ഇന്ന് എന്തൊക്കെ നിയോഗങ്ങളുമായിട്ടാണ് കടന്നു വന്നത്, അതെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് എടുത്ത് ശ്രദ്ധിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഈശോയെ നന്ദി പറയുന്നു, സ്തുതിക്കുന്ന ദൈവമേ, ആരാധിക്കുന്ന ദൈവമേ, മഹത്വപ്പെടുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രാഹത്തിന്റെ ജീവിതത്തിലെ വിശ്വാസത്തിന്റെ 2ാമത്തെ പ്രത്യേകതയാണ് ദുർബലമാകാത്ത വിശ്വാസം. വചനം പഠിപ്പിക്കുന്ന പ്രകാരമാണ്, സാറായുടെ ഉദരം വന്ധ്യമാണെന്ന് അറിയാമായിരുന്നിട്ടും തനിക്ക് 100 വയസ്സായി എന്ന് കരുതിയിട്ടും അവന്റെ വിശ്വാസം ദുർബലമായില്ല. തന്റെ ശരീരത്തിലേക്ക് നോക്കുമ്പോഴും സാറായുടെ ചുക്കിച്ചൊളിഞ്ഞ കവിളിലേക്കും ചുക്കിച്ചൊളിഞ്ഞ തൊലിയിലേക്ക് നോക്കുമ്പോഴും അബ്രാഹത്തിന്റെ വിശ്വാസം ദുർബലമായില്ല എന്ന് വചനം പഠിപ്പിക്കുന്നു. സാഹചര്യങ്ങളിലേക്ക് നോക്കാതെ,
സാഹചര്യങ്ങൾക്കുപരിയായി പ്രവർത്തിക്കുന്ന കർത്താവിൽ വിശ്വസിക്കുവാൻ അബ്രാഹത്തിന് സാധിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തസ്രാവക്കാരിയുടെ ജീവിതത്തിൽ നമ്മൾ ഇതാണ് കാണുന്നത്. 12 വർഷം രക്തസ്രാവം ഉണ്ടായിരുന്നവൾ, അനേക വൈദ്യന്മാരുടെ അടുത്ത് പോയവൾ, പലതും പരീക്ഷിച്ചു നോക്കിയവൾ, അവളുടെ ബുദ്ധി പറഞ്ഞു, ഇനിയൊന്നും നടക്കാൻ പോണില്ല, ഇനിയൊന്നും എൻ്റെ ഈ അസുഖം മാറ്റാൻ കാരണമാകില്ല. അത് മാത്രമല്ല, അന്നത്തെ കാലഘട്ടത്തിൽ രക്തസ്രാവമുള്ളൊരു സ്ത്രീക്ക് സമൂഹത്തിലേക്ക് കടന്നു വന്ന് മറ്റുള്ളവരെ സ്പർശിക്കുക സാധ്യമല്ല, മറ്റുള്ളവരെ തൊടുവാൻ സാധ്യമല്ല. കാരണം അവർ അശുദ്ധരായി മാറും. സാഹചര്യങ്ങളെല്ലാം വിപരീതമായിരുന്ന സമയത്ത് ഈ രക്തസ്രാവക്കാരി യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്നു. 12 വർഷത്തെ അനുഭവങ്ങൾ അവൾ മാറ്റിവെച്ചു. കൂട്ടുകാരും നാട്ടുകാരും പറഞ്ഞത് അവൾ മാറ്റിവെച്ചു. വൈദ്യശാസ്ത്രം വിധി എഴുത് അവൾ മാറ്റിവെച്ചു. തന്റെ ഉള്ളിൽ നിറഞ്ഞ യേശു സൗഖ്യദായകനാണ് എന്നുള്ള ആ വിശ്വാസത്തിന്റെ ശക്തിയിൽ അവൾ നടന്നെടുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ എത്രയോ സാഹചര്യങ്ങളിലേക്ക് നോക്കുന്നു. IELTS-ന്റെ എക്സാമിന്റെ കാര്യങ്ങളിലായിരിക്കാം, വിസയുടെ മേഖലകളിലായിരിക്കാം. നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അനേക മേഖലകൾ ഇന്ന് കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ്. നിന്റെ സാഹചര്യങ്ങളിലേക്ക് നോക്കാതെ, നിന്റെ വീഴ്ചകളിലേക്ക് നോക്കാതെ, നിന്റെ പരാജയങ്ങളിലേക്ക് നോക്കാതെ, നിന്റെ പരാജയങ്ങളെ വിജയമാക്കുന്ന, നിന്റെ കണ്ണുനീരിനെ ആനന്ദ നൃത്തമാക്കി മാറ്റുന്ന നിന്റെ നാഥന്റെ കരങ്ങളിലേക്ക്, അവന്റെ അടുത്തേക്ക് നടന്നു വരുവാൻ നീ തയ്യാറാകുമോ? രക്തസ്രാവക്കാരി തൊട്ടതുപോലെ യേശുവിനെ ഒന്ന് തൊടുവാൻ നീ തയ്യാറാകുമോ? ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ ചുവട് വയ്ക്കുന്ന, വിശ്വാസത്തിന്റെ വാക്കുകൾ തീർക്കുന്ന, വിശ്വാസത്തിന്റെ തീരുമാനങ്ങൾ എടുക്കുന്ന, വിശ്വാസത്തിന്റെ പരീക്ഷണങ്ങൾക്ക് തയ്യാറാകുന്ന കുടുംബങ്ങളിലും വ്യക്തികളിലും യേശുവിന്റെ അത്ഭുതകരമായ ശക്തി കടന്നു വരും. ഹല്ലേലൂയ. നന്നായിട്ട് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. പോരാ, നന്നായിട്ട് കർത്താവിന് കൈയടിക്കുമ്പോൾ ബെസ്റ്റ് കൈയടി കർത്താവിന്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വീണ്ടും വചനം പറയുന്നതാണ് എതിർചിന്തകളില്ലാത്ത വിശ്വാസം. എതിർചിന്തകളില്ലാത്ത വിശ്വാസം. അബ്രാഹത്തിന്റെ ജീവിതത്തിൽ അവൻ ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരെ ചിന്തിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദാനത്തിന് അവൻ ചിന്തിക്കുക പോലും ചെയ്തില്ല. നമ്മുടെ ജീവിതങ്ങളിൽ ഏറ്റവും അധികം യുദ്ധം നടക്കുന്ന ചിന്തകളിലാണ്. ഒരുപക്ഷെ നമ്മൾ ആരോടും മിണ്ടുന്നില്ല, പക്ഷെ മനസ്സ് മുഴുവൻ നിരാശ നിറയുകയാണ്, മനസ്സ് മുഴുവൻ എതിർ ചിന്തകൾ നിറയുകയാണ്. നടക്കുമോ? ഒന്നും സംഭവിക്കില്ല. ഇങ്ങനെ വിപരീതമായ ചിന്തകൾ യേശുവിന്റെ രക്തം കൊണ്ട് ആദ്യ നിമിഷത്തിൽ തന്നെ ഈ മനസ്സിലേക്ക് കടന്നു വരുന്ന എതിർ ചിന്തകൾ നമ്മൾ കഴുകണം. യേശുവിന്റെ വചനം ഉപയോഗിച്ച് ഈ ചിന്തകളെ നമ്മൾ അട്ടിപ്പായിക്കണം. വിശ്വാസ പ്രമാണം ചൊല്ലി ഈ ചിന്തകൾ നമ്മൾ അട്ടിപ്പായിക്കണം. ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരെ, ദൈവികമായ കൃപകൾ സ്വീകരിക്കുവാൻ തടസ്സമാകുന്ന എല്ലാ ചിന്തകളെയും ബോധപൂർവം നമ്മൾ അകറ്റി മാറ്റണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ എതിർ ചിന്തകളില്ല എന്ന് മാത്രമല്ല, നമ്മുടെ വായിൽ നിന്ന് വരുന്നതെല്ലാം എന്താണ്? വിശ്വാസത്തിന് എതിരായിട്ടുള്ള വാക്കുകൾ. ഇന്ന് സോജിച്ചൻ പറഞ്ഞു, മടുത്തു, നശിച്ചു, ഈ കുടുംബത്തിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല, ഞാൻ എവിടെ ചെന്നാലും പ്രശ്നമാണ്, എന്റെ ജീവിതത്തിൽ എന്നും കണ്ണുനീരാണ്, ഇത് എന്നെയും കൊണ്ടേ പോകൂ. അതല്ലെങ്കിൽ ദേഷ്യഭാവങ്ങളിൽ നീ ആരാ ചോദിക്കാൻ? മിണ്ടാതിരിക്കണം, മതി, നാണം കെട്ടവൻ, നിന്റെ കയ്യിലിരിപ്പ്, നിന്റെ അപ്പന്റെ ഗുണം, എന്റെ അപ്പന്റെ ഗുണം, നീ വളർത്തിയതിന്റെ ഗുണം, അവൻ വളർത്തിയതിന്റെ ഗുണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ വിശ്വാസത്തിന് വിരുദ്ധമായ എത്രയോ വാക്കുകളാണ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ ഈ വാക്കുകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി മാറുന്നു. ദൈവത്തിന്റെ തിരുസന്നിധിയിൽ മാപ്പപേക്ഷിച്ച് കുമ്പസാരിച്ച് പ്രാർത്ഥിക്കേണ്ട വലിയൊരു മേഖല. ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരെ, ദൈവത്തിന്റെ സ്വഭാവത്തിനെതിരെ, ദൈവത്തിന്റെ കൃപകൾക്കെതിരെ അറിഞ്ഞും അറിയാതെയും ദേഷ്യം വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ഒരു ക്രൈസിസ് വരുമ്പോൾ, ദൈവവചനത്തിനെതിരായി ഞാൻ പറഞ്ഞു കൂട്ടുന്ന വാക്കുകളെ ഓർത്ത്, സംസാര രീതികളെ ഓർത്ത് മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്.
സഭാക്ഷേത്രങ്ങളുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, സൗമ്യന്റെ വാക്ക് ജീവന്റെ വൃക്ഷം പോലെയാണ്. ഏത് തരത്തിലുള്ള വൃക്ഷം നമ്മുടെ കുടുംബത്തിൽ വളർന്നു വരണമോ ആ രീതിയിലുള്ള വിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മൾ പറയണം, അനുഗ്രഹത്തിന്റെ വാക്കുകൾ നമ്മൾ പറയണം. എന്റെ കർത്താവ് എന്നെ നയിക്കും, എന്റെ ദൈവം എന്റെ ഇടയിലാണ്, എനിക്കൊന്നിനും കുറവുണ്ടാകില്ല. കർത്താവ് ഈ ദുഃഖങ്ങൾ ഏറ്റെടുക്കും. ഈ ദുഃഖ വെള്ളിയാഴ്ച മാറി ഈസ്റ്റർ ഞായറാഴ്ച വരും. ഈ സകലങ്ങളിൽ എന്റെ കർത്താവിന്റെ കൂടെ ഉണ്ടാകും. ഈ ബുദ്ധിമുട്ടുകൾ എന്റെ യേശുവിന്റെ മുറിവുകളോട് ഞാൻ ചേർത്ത് വയ്ക്കും. എല്ലാ വിപരീത അനുഭവങ്ങളെയും പ്രാർത്ഥനകളാക്കി, അഭിഷേകത്തിന്റെ വാക്കുകളാക്കി, അനുഗ്രഹത്തിന്റെ വാക്കുകളാക്കി നമ്മൾ ബോധപൂർവം പറയുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ പുതിയൊരു വൃക്ഷം വളർന്നു വരും. കൃപയുടെ വൃക്ഷം. കുഞ്ഞുങ്ങളെ കുറിച്ച് നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കണം. ജീവിത പങ്കാളിയെ കുറിച്ച് നല്ലത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോലി സാഹചര്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്. ജോലി സാഹചര്യങ്ങളെ ഓർത്ത് പഴിക്കരുത്. മറിച്ച് വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കുന്ന എന്റെ ദൈവം എന്റെ കൂടെ നടക്കും. ശത്രുക്കളുടെ മുമ്പിൽ എന്റെ കർത്താവ് എനിക്ക് വഴിയൊരുക്കും. എന്റെ കർത്താവിന്റെ കൂടെയെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും? റോമ 8:31. വചനങ്ങൾ ഏറ്റുപറഞ്ഞ് വിപരീത അനുഭവങ്ങളെ അനുഗ്രഹത്തിന്റെ വഴികളാക്കി നമ്മൾ മാറ്റണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രാഹത്തിന്റെ ജീവിതത്തിൽ വീണ്ടും പറയുന്ന അതിമനോഹരമായ ഒരു കാര്യമാണ്, അവൻ ദൈവത്തിന്റെ വാഗ്ദാനത്തിന് ചിന്തിച്ചില്ല, മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. ബർത്തിമേസിന്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. പലരും മിണ്ടാതിരിക്കാൻ പറഞ്ഞു, പക്ഷെ അവൻ യേശുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കാൻ മടി തോന്നുമ്പോൾ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. യേശുവിനെ വിളിക്കാൻ മടി തോന്നുമ്പോൾ, ഒരുപക്ഷെ സ്തുതിപ്പ് വേണ്ട എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ നമ്മൾ കൂടുതൽ ഉച്ചത്തിൽ സ്തുതിക്കണം. ഹല്ലേലൂയ. ഈ പ്രാർത്ഥനകൾ കൊണ്ട്, ഉപവാസങ്ങൾ കൊണ്ട് കാരണമില്ല എന്ന് ശത്രു നമ്മുടെ ചിന്തകളിലേക്ക് കടന്നു വരുമ്പോൾ കൂടുതൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആ പീഡകളെ നമ്മൾ മറികടക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് കൂടെ നടക്കണം. ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വഴിയെ നടക്കണം. പാപത്തിന്റെ എല്ലാ വഴികളെയും നമ്മൾ പിഴുതെറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസ പ്രമാണം ചൊല്ലുക മാത്രമല്ല, വിശ്വാസ പ്രമാണം ജീവിക്കുവാൻ കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാനുള്ള കർത്താവ് വീണ്ടും വരുമെന്നുള്ള വാഗ്ദാനം നിൽക്കുമ്പോൾ എങ്ങനെയാണ് എൻ്റെ കുടുംബത്തിൽ കർത്താവ് ആഗ്രഹിക്കാത്ത വാക്കുകൾ, കർത്താവ് ആഗ്രഹിക്കാത്ത വസ്തുക്കൾ, കർത്താവ് ആഗ്രഹിക്കാത്ത ആഘോഷങ്ങൾ കൊണ്ടു നടക്കുവാൻ എനിക്ക് സാധിക്കുക? ഹല്ലേലൂയ. പരിശുദ്ധ കത്തോലിക്ക തിരുസഭയിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് എനിക്കെങ്ങനെയാണ് കുമ്പസാരം വേണ്ട എന്ന് പറഞ്ഞ് നടക്കുവാൻ സാധിക്കുക? എനിക്കെങ്ങനെയാണ് ജപമാല ചൊല്ലാതിരിക്കാൻ കഴിയുക? എനിക്കെങ്ങനെയാണ് ആരാധനയും പരിശുദ്ധ കുർബാനയും വേണ്ടെന്ന് വെക്കുവാൻ സാധിക്കുക? ഹല്ലേലൂയ. വിശ്വാസ പ്രമാണം ജീവിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ ശക്തി നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുവാൻ കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ. അബ്രാഹത്തിന്റെ ജീവിതത്തിലൂടെ പ്രതീക്ഷാ നിർഭരമായ ഒരു വിശ്വാസം ഉണ്ടാകണമെന്ന്, ദുർബലമാകാത്തൊരു വിശ്വാസം ഉണ്ടാകണമെന്ന്, വാഗ്ദാനങ്ങളിൽ അടിയുറയ്ക്കുന്ന ഒരു വിശ്വാസം ഉണ്ടാകണമെന്ന്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുന്ന ഒരു വിശ്വാസം ഉണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ മ്യൂസിക് ടീമിലെ ടിങ്കുവിന്റെ കുടുംബത്തിൽ അവർക്കൊരു കുഞ്ഞുണ്ടായപ്പോൾ, കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് തന്നെ വൈദ്യശാസ്ത്രം പലതും പറഞ്ഞു. ഈ കൊച്ചിന്റെ നട്ടെല്ല് റാ പോലെ വളഞ്ഞു നിൽക്കുന്നു. ആ ആഴ്ചകളിലെല്ലാം ഇവർ വചനങ്ങൾ എടുത്തു വെച്ച് ഇവർ ഒന്ന് ചേർന്ന് ടിങ്കുവിന് വിഷയം പ്രാർത്ഥിക്കുമായിരുന്നു. ഓരോ അടുത്ത ആഴ്ച ടെസ്റ്റ് ചെയ്യുമ്പോൾ നട്ടെല്ല് നിവർന്നിരിക്കുന്നു. അടുത്ത ആഴ്ച പറയും കണ്ണിന് പ്രശ്നമാണ്. അപ്പോൾ കണ്ണിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വചനങ്ങൾ എടുത്ത് അന്നേരം കണ്ണിന് പ്രശ്നം, പിന്നെ പറയും കിഡ്നിക്കാണ് പ്രശ്നം. ഇങ്ങനെ ഓരോ ആഴ്ചകളിലും വിശ്വാസത്തിന്റെ യുദ്ധം നടത്തിയാണ് നഥാനിയേൽ എന്ന് പറയുന്ന കുഞ്ഞിന് അവർ ജന്മം കൊടുത്തത്. ഹല്ലേലൂയ. നഥാനിയേൽ ഇന്ന് കർത്താവിന്റെ കൃപയിൽ വളർന്നു വരികയാണ്. കർത്താവിന്റെ കൃപകൾ ഓരോ വർഷങ്ങൾ കഴിയും തോറും അവന്റെ ജീവിതത്തിന്റെ വളർച്ചകളുടെ എല്ലാ മേഖലകളിലും നിറവേറപ്പെടുകയാണ്. ഹല്ലേലൂയ,
ഹല്ലേലൂയ. ഞാൻ ഓർക്കുകയാണ്, ഞാൻ ബഹ്റിനിലായിരുന്നപ്പോൾ തോമസ് പോൾ ബ്രദറിന്റെ ഒരു സാക്ഷ്യം കേട്ടു. വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് യുദ്ധം ചെയ്യണമെന്നുള്ള ഒരു മനോഹരമായ സാക്ഷ്യം. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന അദ്ദേഹവും ഭാര്യയും മത്തായി 18:19 വചനം എഴുതി വെച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. ഭൂമിയിൽ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗീയ പിതാവ് നിറവേറ്റി തരും. അവരുടെ ജീവിതത്തിലെ സാമ്പത്തിക ബാധ്യതകളെല്ലാം കർത്താവ് എടുത്തു മാറ്റി. അന്ന് മൊബൈല് ഇതുപോലെയൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, സ്കൈപ്പില്ല, വാട്സാപ്പില്ല, വൈബറില്ല. ഞാനൊരു ലെറ്റർ എഴുതി, ജീവിത പങ്കാളി നാട്ടിലാണ്, ഈ വചനം വെച്ച് ഞങ്ങൾ കുറേ നിയോഗങ്ങൾ, ഒന്നിച്ച് ബഹ്റിനിൽ ജീവിക്കണം, പള്ളിയിൽ പോകാൻ സൗകര്യമുള്ള, ഡ്യൂട്ടിക്ക് പോകാൻ സൗകര്യമുള്ള ഒരു സിംഗിൾ അക്കോമഡേഷൻ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം, എൻ്റെ ജീവിത പങ്കാളിക്ക് നല്ലൊരു ജോലി, അവിടെ 2 നല്ല ഹോസ്പിറ്റലാണ്, സൽമാനിയ അല്ലെങ്കിൽ BDF അവിടെ ലഭിക്കണം, കുഞ്ഞുങ്ങളെ ലഭിക്കണം, ആത്മീയ ജീവിതം ഉണ്ടാകണം, കർത്താവിനെ സാക്ഷ്യപ്പെടുത്തണം. പ്രിയപ്പെട്ടവരെ, ഏകദേശം 7-8 മാസക്കാലം ഒരേ സമയത്ത് ഇന്ത്യൻ സമയവും ബഹ്റിൻ സമയവും ഒരേപോലെ വെച്ചിട്ട് ഞങ്ങൾ ഒരേ സമയം പ്രാർത്ഥിക്കുമായിരുന്നു. വിശ്വാസത്തിൽ ഞങ്ങൾ എന്തൊക്കെ പ്രാർത്ഥിച്ചുവോ അതെല്ലാം വലിയവനായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരത്തിൽ പറഞ്ഞു ഹല്ലേലൂയ. ജീവിത പങ്കാളി ബഹ്റിന് വരുവാൻ കൃത്യം ഒരാഴ്ച മുമ്പുള്ളപ്പോൾ മാത്രമാണ് ഒരു അക്കോമഡേഷൻ. ആ അക്കോമഡേഷനിൽ നിന്ന് പള്ളിയിലേക്ക് പോകാൻ 1 മിനിറ്റ്, ഡ്യൂട്ടിക്ക് കൊണ്ടുപോകുന്ന കമ്പനി ബസ് വരുന്ന അതിലേക്ക് പോകാൻ 1 മിനിറ്റ്. ഹല്ലേലൂയ. വന്ന് 3 മാസത്തിനുള്ളിൽ 4 മാസത്തിനുള്ളിൽ അവിടെ ഡിഫൻസ് ഹോസ്പിറ്റലിൽ എൻ്റെ ജീവിത പങ്കാളിക്ക് ജോലി, കുഞ്ഞുങ്ങൾ, ആത്മീയ ജീവിതം എല്ലാം കർത്താവ് വഴി നടത്തുകയാണ്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു പേപ്പർ എടുത്ത് വെക്കണം, അതിൽ എഴുതണം, ഒന്നൊന്നായി എഴുതണം. എൻ്റെ കുടുംബത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഭൗതികമായ നന്മകൾ, ആരോഗ്യത്തിന്റെ മേഖലയിലുള്ള നന്മകൾ, ആത്മീയമായിട്ടുള്ള നന്മകൾ എല്ലാം എഴുതി വെച്ച് ഒരേ ഹൃദയത്തോടെ ഒരേ മനസ്സോടെ കരങ്ങൾ കോർത്ത് ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നിലവിളിക്കണം. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ സംഭവിക്കും, അടയാളങ്ങൾ സംഭവിക്കും, വിടുതലുകൾ സംഭവിക്കും, അന്ധകാരങ്ങൾ വിട്ടുപോകും. അസാധ്യമെന്ന് കരുതുന്ന എല്ലാം വലിയവനായ ദൈവം നമുക്ക് സാധ്യമാക്കി തരും. ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം കർത്താവിന്റെ തിരുസന്നിധിയിൽ എണീറ്റ് നിൽക്കാം. ഈ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ഒരു ബന്ധമാണ്, യേശുവുമായിട്ടുള്ള ബന്ധം. സ്വർഗസ്ഥനായ പിതാവേ എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ സ്വർഗസ്ഥനായ ചാച്ചൻ, അപ്പച്ചൻ എൻ്റെ അപ്പനാണ് എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ ബന്ധം നമുക്കുണ്ടാകണം. എപ്പോഴും നമ്മൾ ഒരു യാചകനെ പോലെ തന്നെ 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 എന്ന് പറഞ്ഞല്ല ദൈവത്തിന്റെ തിരുസന്നിധിയിൽ. ഞാൻ ചില ശുശ്രൂഷകളിൽ പറയാറുണ്ട്, എൻ്റെ ഇളയ മോൻ ഇമ്മാനുവൽ, അവന് ഫ്രിഡ്ജിൽ എന്തെങ്കിലും സാധനം വേണമെങ്കിൽ എപ്പോഴും എന്നോട് ബെഗ് ചെയ്തിട്ടാണോ അവൻ ഫ്രിഡ്ജിൽ, അവൻ്റെ വീട്, അവൻ്റെ സ്ഥലം, അവൻ ബെഡിൽ ചാടുന്നു, സോഫയിൽ ചാടുന്നു, ഫ്രിഡ്ജ് തുറക്കുന്നു, അവൻ ഇഷ്ടമുള്ള എടുക്കുന്നു, കഴിക്കുന്നു. ഒരു ബന്ധമാണ്, സ്വാതന്ത്ര്യമാണ്. സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്ന്, ഇപ്രകാരം ഒരു ആഴമേറിയ ബന്ധമുണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. 4 പേർക്ക് ബന്ധമുണ്ടായിരുന്നു, അതുകൊണ്ട് അവർ മേൽക്കൂര അടിച്ചങ്ങോട്ട് പൊളിച്ച് ഇറക്കി കർത്താവിന്റെ മുമ്പിലേക്ക്. ബന്ധമാണ്. പത്രോസിന് ഒരു ബന്ധമുണ്ടായിരുന്നു, കടലിന്റെ മേൽ അവൻ മറ്റൊന്നിലേക്ക് നോക്കിയില്ല, അങ്ങോട്ട് ഇറങ്ങി നടന്നു. ബന്ധമാണ്. ശതാധിപന് ഈ ഒരു ബന്ധമുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, അങ്ങ് വരണമെന്നൊന്നും നിർബന്ധമില്ല, ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, വെറുതെ അവിടെ വന്ന് വിഷമിക്കേണ്ട, ഒരൊറ്റ ഡയലോഗ്, ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, ബാക്കിയെല്ലാം നടന്നോളും, ഒരു വാക്ക് അങ്ങോട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു. ബന്ധമാണ്. ഹല്ലേലൂയ. നായിനിലെ വിധവ പറഞ്ഞു, എന്നെ അനുഗ്രഹിക്കാൻ ഞാൻ വിടില്ല, എൻ്റെ കുഞ്ഞിനെ നീ ഉയർപ്പിക്കണം. നായ്കൾ പോലും ഭക്ഷിക്കുന്നുണ്ട്, എനിക്ക് നിന്റെ കൃപ വേണം, നിന്റെ കരുണ വേണം. ഹല്ലേലൂയ. ബർത്തിമേസിന് ഒരു ബന്ധമുണ്ടായിരുന്നു. ശിഷ്യന്മാർ പറഞ്ഞു, മിണ്ടാതിരിയടാ. അവൻ പറഞ്ഞു, ഞാൻ മിണ്ടും, ഞാൻ എൻ്റെ യേശുവിനെ വിളിക്കും. യേശുവിനെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം, ഉച്ചത്തിൽ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം, യേശുവിനെ സ്വന്തമാക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഈ ആലയം വിട്ടു പോകുമ്പോൾ ചില തീരുമാനങ്ങൾ എടുത്തേ പോകാം. വിശ്വാസത്തിന്റെ ചില തീരുമാനങ്ങൾ എടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത് നിൽക്കുന്നവർക്ക് ഒന്നുകൂടി പറഞ്ഞ്, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം ദർശിക്കും. കർത്താവിന്റെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞ് ഒന്ന് ഷെയ്ക്കാനോട് പറഞ്ഞേ, കർത്താവിന്റെ എല്ലാ വാഗ്ദാനങ്ങളിലും വിശ്വസിക്കണം. ഹല്ലേലൂയ. ഒന്നും കൂടെ പറഞ്ഞേ, പാപ വഴികൾ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞ്, ഒരൊറ്റ പാപത്തോട് പോലും കോംപ്രമൈസ് ചെയ്യരുതെന്ന് പറഞ്ഞ്,
ആരോടാ പറയുന്നത്? ഷെയ്ക്കാൻ്റെ അടുത്ത് പറയാനാ പറഞ്ഞു. അങ്ങോട്ടും ഒരൊറ്റ പാപത്തോട് പോലും കോംപ്രമൈസ് ചെയ്യരുത്. ഹല്ലേലൂയ. കുപ്പിയൊക്കെ പൊട്ടിച്ച് ടോയ്ലറ്റിൽ ഒഴിക്കാനുള്ളവർ ഇപ്പം തീരുമാനം എടുത്തോണം. ഹല്ലേലൂയ. തണക്കങ്ങൾ വഴക്കുകളൊക്കെ നിർത്താൻ ആഗ്രഹമുള്ളവർ ഇപ്പൊ തന്നെ തീരുമാനമെടുത്ത് കർത്താവിന്റെ തിരുസന്നിധിയിൽ ഒരു പുതിയ മണിക്കൂർ ഈ നിമിഷം തുറക്കണം. ഹല്ലേലൂയ. കഴിഞ്ഞ ഒരു ശുശ്രൂഷയില് ഞാനിങ്ങനെ പറഞ്ഞു, പരിശുദ്ധാത്മാവ് പെട്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഒന്ന് കണ്ണുകൾ അടച്ചെന്ന് പറഞ്ഞു. കണ്ണുകൾ അടച്ചിട്ട് പറഞ്ഞു, നീ ബലിയർപ്പിക്കാൻ പോകുമ്പോ നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടോ? എനിക്കല്ല, നിന്നോട്. അങ്ങനെയുള്ളവരെ ഒന്ന് എണ്ണാൻ പറഞ്ഞു. എണ്ണിയപ്പം ചിലർക്ക് 5, ചിലർക്ക് 10, ചിലർക്ക് 14 പേര്. ഇങ്ങനെ കുറെ വ്യക്തികൾ വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഇവരോടൊക്കെ നമ്മൾ ക്ഷമിക്കണം. ഇവരെയൊക്കെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഇവരെയൊക്കെ പേരെഴുതി വെച്ച് അനുഗ്രഹിച്ച് യേശു നാമത്തിൽ പരിശുദ്ധാത്മാവ് നിറയപ്പെടാൻ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദാമ്പത്യ ജീവിതങ്ങൾ വലിയ സ്നേഹം കൊണ്ട് നിറയപ്പെടണം. ഹല്ലേലൂയ. ഒരു ജീവന്റെ വൃക്ഷം കണ്ണുകൾ അടച്ചൊന്ന് ചിന്തിച്ച്, എൻ്റെ കുടുംബത്തിൽ എന്തൊക്കെയാണ് വളർന്നു വരേണ്ടത്? എൻ്റെ ഭർത്താവിൻ്റെ ദുശീലങ്ങൾ, എൻ്റെ ഭാര്യയുടെ ദുശീലങ്ങൾ, എൻ്റെ മക്കളുടെ ദുശീലങ്ങൾ, എൻ്റെ സാമ്പത്തിക മേഖലകൾ, എൻ്റെ ആത്മീയ മേഖലകൾ, എവിടെയൊക്കെയാണ് കൃപ നിറയപ്പെടേണ്ടത്? ഒന്ന് ചിന്തിച്ച്, ജീവന്റെ വൃക്ഷം വളർന്നു വരേണ്ട മേഖലകളൊക്കെ ഒന്ന് ചിന്തിച്ച്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ കുടുംബ പ്രാർത്ഥനകൾ ആരാധനയായിട്ട് മാറണം. ഹല്ലേലൂയ. കരങ്ങളടിച്ച് പാട്ടുപാടി യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബ പ്രാർത്ഥനയുടെ അന്തരീക്ഷം എൻ്റെ കുടുംബത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. 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 തളവാത രോഗിയുടെ യോഗ്യത കർത്താവ് നോക്കിയില്ല. കുഷ്ഠരോഗികളുടെ യോഗ്യത നോക്കിയില്ല. സമറിയാക്കാരിയുടെ യോഗ്യത നോക്കിയില്ല. ലാസറിന്റെ യോഗ്യത നോക്കിയില്ല. അതേ കർത്താവ് നമ്മുടെ ജീവിതങ്ങളിലും അത്ഭുതം ചെയ്യും. നമ്മൾ വിശ്വസിക്കണം, ഏറ്റുപറയണം, യേശുവിനെ വിളിക്കണം, യേശുവിനായി എല്ലാം വിട്ടുകൊടുക്കണം, നല്ല തീരുമാനങ്ങൾ എടുക്കണം, എല്ലാ പാപങ്ങളും ഉപേക്ഷിക്കുവാൻ തീരുമാനമെടുക്കണം, എല്ലാ ബന്ധങ്ങളും പുതുക്കിപ്പണിയുവാൻ ആഗ്രഹിക്കണം, സ്നേഹം കൊണ്ട് നിറയ്ക്കുവാൻ ആഗ്രഹിക്കണം, വിട്ടുകൊടുക്കുവാൻ പഠിക്കണം, ക്ഷമിക്കുവാൻ പഠിക്കണം. ഹല്ലേലൂയ. 2 കരങ്ങളും ഉയർത്തിപ്പിടിക്കുക. വിശ്വാസത്തിന്റെ ഉന്നതമായ അഭിഷേകം തന്ന് കർത്താവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. ഈ നിമിഷങ്ങളിൽ തന്നെ ശാരീരികമായ മേഖലകളിൽ സ്വർഗത്തിന്റെ ശക്തി കടന്നു വരും. ഈ നിമിഷങ്ങളിൽ തന്നെ കുടുംബങ്ങളിൽ കെട്ടുകൊള്ളുന്ന തിന്മയുടെ അരൂപികൾ യേശുനാമത്തിൽ വിട്ടുപോകും. അന്ധകാരത്തിന്റെ ദുർവീടുകൾ യേശുനാമത്തിൽ വിട്ടുപോകും. ദാമ്പത്യ ജീവിതങ്ങളിൽ പുതിയ സ്നേഹം നിറയപ്പെടും. കുടുംബം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. 2 കരങ്ങൾ ഉയർത്തി ഒന്ന് ചേർന്ന് വിളിക്കുന്നു, യേശുവേ.